മനുഷ്യര് മറ്റു എല്ലാ മൃഗങ്ങളെ പോലെ ഒരു മൃഗമാണ്. എല്ലാ മൃഗങ്ങളും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ നമ്മളും വ്യത്യസ്തരാണ്. അപ്പൊ ഈ മനുഷ്യനും ബാക്കി മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഒരു മനുഷ്യൻ മൃഗമാണ്. ആയിരക്കണക്കിന് മൃഗങ്ങൾ ലോകത്തുണ്ട്. അതിലൊരു മൃഗമാണ്. ഓരോ മൃഗവും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു പേരിട്ട് വിളിക്കുന്നത്. പശു എന്ന് വിളിക്കുന്നത്, ആടെന്ന് വിളിക്കുന്നത്, പട്ടിയെന്ന് വിളിക്കുന്നത്. ഇതുപോലെ ഒരു മൃഗമാണ് മനുഷ്യൻ. മനുഷ്യൻ്റെതായ സവിശേഷതകളുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെ പറഞ്ഞത്? അത് പട്ടി എങ്ങനെയാണോ കോഴിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പോലെ തന്നെയാണ് ലോകത്ത് രൂപപ്പെടുന്നത്. മലയാള ഭാഷ എങ്ങനെയാണോ തമിഴ് ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പോലെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പിന്നെ ചേട്ടൻ ഡാർവിൻ പരിണാമം, എനിക്ക് ഡാർവിൻ പരിണാമം എന്നുള്ള പരിണാമമാണ് ലോകത്തുള്ളത്. അതിന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയല്ല, അത് അങ്ങനെയാണെന്ന് അറിയാം. കാരണം ഡാർവിൻ പരിണാമം കറക്റ്റ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തോണ്ടിരിക്കുന്നവരാ നമ്മള്. പിന്നെ അത് കാര്യമുണ്ടോ? അല്ല, അപ്പൊ അത് കറക്റ്റ് ആണ്. ഇതിനെന്തെത്ര സംശയം? അത് ഉള്ളതാണെന്നുള്ളതല്ല, ലോകത്തിന്റെ പ്രോസസ്സാണത്. അപ്പൊ ഇനി മനുഷ്യനിന്ന് ഇനി ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. മനുഷ്യരിൽ നിന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ എന്തോ അവസാനത്തെ ആളെന്നോ? അല്ല, ഇതല്ല. ഇപ്പൊ നമ്മുടെ ഈ ഫോമിൽ നിന്ന് വേറെ സ്ഥാനത്തിലേക്ക് ഇഷ്ടം പോലെ അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കറുത്തവരും വെളുത്തവരും അങ്ങനെയല്ലേ ഉണ്ടായത്? കറുത്തവരും വെളുത്തവരും വന്നിട്ടുള്ള എങ്ങനെ ക്ലൈമറ്റ്